ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നും ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസം എന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് വിശ്വാസം? നമ്മളെല്ലാം കേട്ടിരിക്കുന്ന പോലെ തന്നെ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്നാണ്. ക്രിസ്ത്യാനികളായ എല്ലാവർക്കും ശക്തമായ ഒരു ആത്മീയ അടിത്തറ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി വിശ്വാസത്തിലൂടെ മാത്രമാണ് സാധിക്കുക. വിശ്വാസത്തോടും പൂർവ്വസ്ഥരും കൂടി വെല്ലുവിളികളെ നേരിട്ടാൽ മാത്രമാണ് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. സ്ഥിരത അതിൻ്റെ പൂർണ്ണഫലം ഉണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ പൂർണ്ണരും സമ്പൂർണരുമാകും. നീ ചെറുപ്പമായതുകൊണ്ട് ആരും നിന്നെ വിലകുറച്ച് കാണരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിങ്ങളെല്ലാവരും പരസ്പരം താഴ്മ ധരിച്ചുകൊള്ളുവിൻ എന്ന് യഹോവ നമ്മളോട് അരുളി ചെയ്യുന്നു. കാരണം ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമേർക്കോ കൃപ കാണിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണിരിപ്പിൻ. എന്തെന്നാൽ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ജാഗ്രതയും സുബോധവുമുള്ളവരായിരിപ്പിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർത്ത് നിൽപ്പിൻ. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കുടുംബത്തിന് ഒരേ കഷ്ടപ്പാടുകൾ തന്നെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്രിസ്തുവിൽ നിന്റെ നിത്യ തേജസ്സിലേക്ക് നിങ്ങളെ വിളിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ അല്പകാലത്തേക്ക് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് പല പരീക്ഷകളും യഹോവയായ ദൈവം നൽകാറുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ്. ഓരോ സമയങ്ങളിൽ ഓരോ പരീക്ഷണങ്ങൾ ദൈവം മാനവജനതയ്ക്ക് വേണ്ടി നൽകപ്പെടാറുണ്ട്. ആ പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.